സുഹൃത്തുക്കളെ നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പേ നമ്മൾ എല്ലാവരും കേട്ട ഒരു വാർത്ത ഇതാണ്. അതായത് റോഡ് മുറിച്ച് കടക്കുമ്പോഴേ അമ്മയും കുഞ്ഞും വാഹനം ഇടിച്ച് മരിച്ചു എന്ന് പറഞ്ഞ് ഷാർജയിൽ നിന്നും വന്ന ഒരു ന്യൂസ് ഉണ്ടായിരുന്നു. അത് കേട്ടപ്പോഴേ എല്ലാവരും വളരെയധികം ദുഃഖിച്ചു. കാരണം എന്താണെന്ന് വെച്ചാൽ അമ്മക്ക് കുറച്ച് ശ്രദ്ധിക്കാമായിരുന്നു, കാറ് നിർത്തിയതിന് ശേഷം റോഡ് മുറിച്ച് കടക്കുമ്പോഴാണ് സംഭവിച്ചത് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ന്യൂസാണ് ആദ്യം വന്നത്. അത് കഴിഞ്ഞതിന് ശേഷം പറയുന്നത് കേട്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുഞ്ഞിനെ കൊലപ്പെടുത്തിയതിന് ശേഷം അമ്മയും ജീവൻ ഒടുക്കുകയായിരുന്നു എന്നുള്ളൊരു ഞെട്ടിക്കുന്നൊരു വാർത്ത. അതായത് കണ്ണൂർ സ്വദേശിയായ യുവതിയാണ് മകളെയും കൊലപ്പെടുത്തിയിട്ട് ജീവൻ ഒടുക്കിയത് എന്നുള്ളൊരു വാർത്ത പിന്നീട് വന്നു. ഏതായാലും അത് ഏതാണ് ശരി, എന്താണ് സംഭവം എന്നൊന്നും നമുക്കറിയില്ല. പക്ഷെ ഇന്ന് കിട്ടിയ ഒരു വാർത്തയുണ്ട്. അതായത് യുവതിയുടെ ഭർത്താവിനെ കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട് എന്നുള്ളൊരു വാർത്ത. അപ്പോൾ നമുക്ക് ഏകദേശം കാര്യങ്ങളൊക്കെ മനസ്സിലായി. എന്തൊക്കെയോ ഇതിൻ്റെ അകത്ത് കള്ളക്കളികളുണ്ട്. അതായത് എന്തൊക്കെയോ മറച്ചു വെക്കാൻ വേണ്ടിയിട്ട് എല്ലാവരും ശ്രമിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. ഏതായാലും മറച്ചു വെച്ച് കഴിഞ്ഞാൽ അവർക്ക് തന്നെയാണ് നഷ്ടം, വേറെ ആർക്കുമല്ല. എൻ്റെ ഒരു അഭിപ്രായം പറഞ്ഞു കഴിഞ്ഞാൽ പെണ്ണിൻ്റെ വീട്ടുകാരെങ്കിലും ഇതിന് മുന്നോടിയായിട്ട്, അതായത് എന്താണ് സംഭവം, അതായത് ഭർത്താവിൻ്റെ വീട്ടുകാരും കുറ്റക്കാരാണെങ്കിൽ, കുറ്റക്കാരല്ലാതിരിക്കൂലല്ലോ, ആ കുറ്റക്കാരാണെങ്കിൽ ഇവറ്റകളെ എല്ലാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജയിലിൽ കയറ്റണം. അതാണ് എനിക്ക് പറയാനുള്ളത്. അല്ലാതെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ മറച്ചു വെച്ചിട്ടോ അല്ലെങ്കിൽ എന്താ സംഭവിച്ചോന്ന് ആർക്കും ഇപ്പോഴും അറിയില്ല. ഒരാൾക്ക് പോലും അറിയില്ല എന്താണ് സംഭവിച്ചതെന്ന്. വല്ലപ്പോഴും വരുന്ന വാർത്തകൾ മാത്രം, അത് മാത്രമാണ് നമ്മളൊക്കെ കേൾക്കുന്നത്. ഇതിൻ്റെ ഉള്ളിൽ എന്തെങ്കിലും ഉണ്ടോ, അല്ല ഇനി എല്ലാവരും കൂടിയിട്ട് മൂടി വെക്കുകയാണോ, ഇനി വേണ്ട, ഇനി അങ്ങോട്ടങ്ങും വേണ്ട, ഏതായാലും പോകാനുള്ളത് പോയി, ഇനി ഒന്നും ചെയ്യണ്ട എന്ന് കരുതിയിട്ട് മൂടി വെക്കുന്നതാണോ എന്നൊന്നും അറിയില്ല. ഏതായാലും വേറെ ന്യൂസുകളോ കാര്യങ്ങളോ ഒന്നും പുറത്തു വരുന്നില്ല. ഞാനൊരു കാര്യം പറയുകയാണ്, ഇതിൻ്റെ അകത്ത് എന്തെങ്കിലും തെറ്റുകൾ ഉണ്ടെങ്കിൽ ഈ പെൺകുട്ടിയുടെ, അതായത് യുവതിയുടെ വീട്ടുകാർ തന്നെ മുന്നിട്ട് വരണം. കാരണം എന്ന് വെച്ചാൽ നഷ്ടം വന്നിരിക്കുന്നത് നിങ്ങൾക്ക് തന്നെയാണ്, വേറൊരു മനുഷ്യർക്കും അല്ല. അതായത് ഈ ഭർത്താവിനോ ഭർത്താവിൻ്റെ വീട്ടുകാർക്കോ അല്ലെങ്കിൽ മറ്റുള്ളവർക്കൊന്നും ഒരു ചുക്കും സംഭവിച്ചിട്ടില്ല. ഇവിടെ നഷ്ടങ്ങൾ മുഴുവൻ സംഭവിച്ചിരിക്കുന്നത് എന്ന് പറഞ്ഞാൽ പെണ്ണിൻ്റെ വീട്ടുകാർക്ക് മാത്രമാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ അവർക്കാണ് എല്ലാം നഷ്ടപ്പെട്ടത്. അതുകൊണ്ടാണ് പറയുന്നത്, അതായത് എന്തെങ്കിലും ഇവരുടെ ജീവിതത്തിൽ ഒരു പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അത് കൃത്യമായിട്ട് നിങ്ങൾ തുറന്നു പറയാൻ തയ്യാറായിരിക്കണം. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നാളെ വേറൊരാളുടെ ജീവനെങ്കിലും രക്ഷിക്കാൻ കഴിയും. ഞാനിത് പറയാനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ന് നെടുമങ്ങാട് നടന്ന ഒരു സംഭവമുണ്ട്. ആ ഒരു സംഭവത്തിലെ പ്രതി 2022 ഭാര്യയെ ക്രൂരമായ രീതിയിൽ കൊലപ്പെടുത്താൻ വേണ്ടി നോക്കിയവനാണ്. അവൻ അവിടെ നിന്നും രക്ഷപ്പെട്ടിട്ടാണ് ഇപ്പോഴും വേറൊരു സ്ഥലത്ത് വന്നിട്ട് വേറൊരു കൊലപാതകം നടത്തിയത്. അന്ന് തന്നെ അവനെതിരെ ആ ഒരു ഭാര്യ വീട്ടുകാർ തുറന്നു പറഞ്ഞിരുന്നുവെങ്കിൽ, അത് കുറച്ചുകൂടി മാധ്യമങ്ങളുടെ മുന്നിൽ എത്തിച്ചിരുന്നുവെങ്കിൽ ഒരു പക്ഷേ ഇന്നത്തെ ഈ സംഭവം നമുക്ക് തടയാമായിരുന്നു. പക്ഷെ പലപ്പോഴും എന്ന് പറഞ്ഞ ആൾക്കാർ ഇനി ഒരു കാര്യം ചെയ്യാം, അവൻ പോകുന്നുണ്ടെങ്കിൽ പോകട്ടെ, അവൻ എന്തോ ചെയ്യട്ടെ, നമുക്ക് നഷ്ടപ്പെടാനുള്ള എല്ലാം നഷ്ടപ്പെട്ടു, ഇനിയിപ്പോൾ ഇതിൻ്റെ പുറകെ പോയിട്ട് ഉള്ളതും കൂടി ചകഞ്ഞ് നാണം കെടണ്ട എന്നുള്ള ഇതിൽ ചില ആൾക്കാരൊക്കെ എന്ന് പറഞ്ഞാൽ പിന്തിരിഞ്ഞ് നടക്കാറുണ്ട്. അതൊരു വലിയ അപകടമാണെന്നാണ് ഞാൻ പറയുന്നത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള ആൾക്കാരെ നമുക്ക് തിരിച്ചറിയാൻ കഴിയുന്നില്ല. ഇനി ഇപ്പോഴെന്ന് പറഞ്ഞാൽ ഈ ഒരു പഹയൻ്റെ, അതായത് ഈ സ്ത്രീയുടെ ഭർത്താവിൻ്റെ ഫോട്ടോയൊന്നും ഇതുവരെ പുറത്തു വന്നിട്ടില്ല. അവൻ ആരാണ് എന്താണ് എന്നൊന്നും ഒരാൾക്ക് പോലും അറിയില്ല. ഇനിയിപ്പോഴെന്ന് പറഞ്ഞാൽ ഒരു കാര്യം ഞാൻ നിങ്ങളോട് പറയാം, അതായത് വെറുതെ ഒരു സ്ത്രീ അങ്ങനെ എടുത്ത് ചാടൂലല്ലോ. വെറുതെ ഒരു സ്ത്രീ അങ്ങനെ കുഞ്ഞിനെയും കൊലപ്പെടുത്തിയിട്ട് മരിക്കുമോ? അവിടെ എന്തോ കാര്യമായിട്ടുള്ള പ്രശ്നം നടന്നിട്ടുണ്ട്. ഞാൻ പറഞ്ഞല്ലോ, ഒരു കാരണവശാലും ഈ സ്ത്രീയുടെ പ്രവൃത്തിയെ നമുക്ക് ന്യായീകരിക്കാൻ കഴിയില്ല. വളരെ തെറ്റ് തന്നെയാണ് അവർ ചെയ്തത്, ഒരിക്കലും ന്യായീകരിക്കാൻ കഴിയില്ല. കാരണം എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും ശരി, ആ കുഞ്ഞിനെ വെറുതെ വിടാമായിരുന്നു. ഒന്നും അറിയാത്ത കുഞ്ഞിനെ എന്തിനു വേണ്ടിയിട്ടാണ് ഈ സ്ത്രീ ഇങ്ങനെ ചെയ്തതെന്ന് അറിയില്ല. ഇനി അത്രത്തോളം ഇവരുടെ പ്രശ്നം എന്താണ്, ആരെ തോൽപ്പിക്കാൻ വേണ്ടിയിട്ടാണ്? പലപ്പോഴും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളെ ഞാനൊരു പാഠം പഠിപ്പിക്കാം, നിങ്ങൾ ഇനി സമാധാനത്തോടുകൂടി ഇരിക്കാൻ പോകുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ടാണ് പലരും പലതും ചെയ്യുന്നത്. പഴയ കാലമൊന്നുമല്ല, ആരും രമണം പാടിയിട്ട് നിൽക്കത്തൊന്നുമില്ല. എല്ലാവരും പിന്നീട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറെ കല്യാണം കഴിക്കും. ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മിമിക്രി ആർട്ടിസ്റ്റ് ഉണ്ടല്ലോ എന്ന ഉല്ലാസ് പന്തള, അയാളുടെ ഭാര്യയ്ക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തോ ഒരു ചെറിയൊരു പ്രശ്നത്തിന് ആ സ്ത്രീ പോയിട്ട് ഇതുപോലെ ചെയ്തതാണ്. അത് കഴിഞ്ഞിട്ട് എന്താ സംഭവിച്ചത്? അയാൾ വേറെ കല്യാണം കഴിച്ചില്ലേ? അല്ലാതെ ആ ജീവനാന്തം ആ ഭാര്യയും നോക്കി നിൽക്കുന്നുണ്ടോ അയാൾ? അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, നിങ്ങൾ കാണിക്കുന്നത് ഏറ്റവും വലിയൊരു മണ്ടത്തരമാണ്. അതായത് നിങ്ങൾക്ക് ജീവിക്കാൻ കഴിയില്ലെങ്കിൽ നിങ്ങൾ മാന്യമായിട്ട് തിരിച്ചു വരണം. പക്ഷേ ഈ ഒരു കുടുംബത്തിന്, ഈ ഒരു യുവതിക്ക് അതിനും കൂടി കഴിയാത്ത സാഹചര്യമായിരുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ചില ആണിയും അമ്പാലിയും ഉള്ള തറവാട്ടുകാരൊക്കെ അങ്ങനെയാണായിരുന്നു. പലരും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തറവാട്ട് മഹിമയാന്ന് പറയാ, ഇറങ്ങി വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യും? അതുപോലെ തന്നെ ഡിവോഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാണക്കേട്, അയ്യേ ആൾക്കാരെന്ത് പറയും എന്ന് പറയുന്ന ആൾക്കാരും ഉണ്ട്. ഇനി അങ്ങനെ എങ്ങാനും വല്ല പ്രശ്നമുണ്ടോ എന്ന് അറിയില്ല. കാരണം ഇവരൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാമ്പത്തികപരമായിട്ടൊക്കെ ഉന്നതിയിൽ നിൽക്കുന്നതായിരിക്കും. അതുകൊണ്ട് തന്നെ
പിന്നെ സാമ്പത്തികപരമായിട്ട് പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല. പിന്നെ എന്ന് പറഞ്ഞാൽ അറിഞ്ഞിടത്തോളം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗൾഫിൽ തന്നെ ജനിച്ചു വളർന്ന ഒരു കുട്ടിയാണ്. പിന്നെ അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രവാസ ലോകത്തെ പറ്റിയിട്ട് അങ്കലാപ്പോ കാര്യങ്ങളോ ഒന്നുമില്ലാത്ത ഒരാളായിരിക്കണം. അതായത് അവർക്ക് കേരളത്തെക്കാട്ടിയും ജീവിക്കാൻ സുഖം എന്ന് പറഞ്ഞാൽ ഗൾഫിലായിരിക്കണം. കാരണം അവിടെയല്ലേ പഠിച്ച് ജനിച്ച് വളർന്നത്. പിന്നെ സാമ്പത്തികപരമായിട്ട് എല്ലാം ഉണ്ടെങ്കിൽ പിന്നെ ഗൾഫ് എന്ന് പറയുന്നത് ഒരു സ്വർഗ്ഗഭൂമി തന്നെയാണ്. അപ്പോൾ ഇതൊക്കെ ഉള്ളപ്പോൾ എന്തിനു വേണ്ടിയിട്ടാണ് ഇത് ചെയ്തത്? അല്ല ഇത് ആരെങ്കിലും തോൽപ്പിക്കാനാണോ? ഇനി ഇതിൻ്റെ പിന്നിൽ വേറെ ഏതെങ്കിലും ശക്തിയുണ്ടോ? ഇതൊക്കെ കണ്ടുപിടിക്കുക തന്നെ വേണം. അതിന് വീട്ടുകാരാണ് മുൻകൈ എടുത്തിട്ട് മുന്നിട്ടിറങ്ങേണ്ടത്. ഇതിപ്പോഴെന്ന് പറഞ്ഞാൽ ഇത്രയും ദിവസങ്ങൾ കഴിഞ്ഞിട്ടെന്ന് പറഞ്ഞാൽ ഒരു വാർത്ത പോലും വരുന്നില്ല കേട്ടോ, ഒരു വാർത്തയും വരുന്നില്ല. ഇനി ചിലപ്പോഴെന്ന് പറഞ്ഞാൽ അന്വേഷണം നടക്കുന്നത് കൊണ്ട് ചിലപ്പോൾ വാർത്ത പുറത്തുവിടാത്തതാണോ എന്നറിയില്ല. വേറെ ഏതെങ്കിലും ഒരു വാർത്തയാണെങ്കിൽ നമ്മളെ മാധ്യമങ്ങളൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് ഏറ്റെടുക്കുന്നതാണ്. ഇതിൻ്റെ ഉള്ളിൽ ഇനി എന്തെങ്കിലും സ്വാർത്ഥ താല്പര്യങ്ങളുണ്ടോ എന്ന് പോലും നമുക്കറിയില്ല. അതുകൊണ്ടാണോ ആരും വാർത്തകളൊന്നും പുറത്തുവിടാത്തത്? ഒരു കാര്യം ഞാൻ പറയാം, ഒരമ്മയും കുഞ്ഞും മരിച്ചത് വെറുതെ ആയിരിക്കില്ല. നമ്മളൊക്കെ പറയുന്നത് പോലെ അവർക്ക് മാനസിക ഇതുണ്ട്. ആദ്യമൊക്കെ വന്നത് അവർക്ക് മാനസിക പ്രശ്നങ്ങളുണ്ട്. അതുപോലെ തന്നെ ഇനി എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും ശരി, ആ മാനസിക പ്രശ്നം എങ്ങനെയാണ് വന്നത്, അത് വരാനുള്ള കാരണം ഒന്നുകിലും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ ഭർത്താവ് തന്നെയായിരിക്കുമല്ലോ. അയാളുടെ കൃത്യമായിട്ടുള്ള അയാൾ എന്താണ് ചെയ്തത്, അയാളുടെ കുടുംബം എന്താണ് ചെയ്തത്, ഇതൊക്കെ കൃത്യമായിട്ട് അന്വേഷിക്കണം. അതാണ് വേണ്ടത്. അല്ലാതെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇപ്പോഴും മിണ്ടാതിരുന്നിട്ട് കാര്യമില്ല. എന്താണ് സംഭവിച്ചതെന്ന് അറിയണം. അതുകൊണ്ടല്ലേ പറയുന്നത്, ആദ്യം തന്നെ എന്ന് പറഞ്ഞാൽ ഇവർ തെറ്റിദ്ധരിപ്പിക്കാൻ നോക്കിയിട്ടുണ്ട്, വാഹനാപകടം എന്നൊക്കെ പറഞ്ഞിട്ട്. പിന്നെയാണ് ഇതിൻ്റെ നിജസ്ഥിതികൾ അറിയുന്നത് എന്നുള്ളതാണ്. ഏതായാലും വരും ദിവസങ്ങളിൽ ഇതിൻ്റെ കൂടുതൽ വാർത്തകൾ അറിയട്ടെ. പിന്നെ അതുപോലെ തന്നെ ഞാൻ പറയുകയാണ്, ഇതാരെയും വേദനിപ്പിക്കാൻ ഒന്നുമല്ല, പക്ഷെ സത്യം എന്താണെന്ന് നമുക്കറിയണം. കാരണം എന്താണെന്ന് വെച്ചാൽ നാളെ ഇനി ഇങ്ങനെയൊരു സംഭവം ആവർത്തിക്കാൻ പാടില്ല. അതുകൊണ്ടാണ് പറയുന്നത്, എന്തെങ്കിലും ഒരു പ്രശ്നമുണ്ടെങ്കിൽ ജീവിക്കാൻ നോക്കുകയാണ് വേണ്ടത്. അല്ലാതെ എന്ന് പറഞ്ഞാൽ ഇതുപോലെ ഇത്രയും വിദ്യാഭ്യാസമുണ്ട്, പണമുണ്ട്, സ്വന്തം ബിസിനസ് ഉണ്ട്, ഇതൊക്കെ ഉണ്ടായിട്ടും എന്തുകൊണ്ടാണ് ഇങ്ങനെയുള്ള ഒരു മാർഗം സ്വീകരിച്ചത്? അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തോ പ്രധാനപ്പെട്ട ഒരു ഗുരുതരമായ കാര്യം തന്നെയുണ്ട്. ആ കാര്യങ്ങളാണ് ശരിക്കും അറിയുന്നതൊക്കെ എന്ന് പറഞ്ഞാൽ വീട്ടുകാർ തുറന്നു പറയണം. അതാണ് വേണ്ടത്. വീട്ടുകാർക്കാണ് നഷ്ടപ്പെട്ടത്, സ്വന്തം അച്ഛനും അമ്മക്കാണ് നഷ്ടപ്പെട്ടത്. ആ അച്ഛനും അമ്മയും തുറന്നു പറയണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. മറ്റൊരു കുട്ടിയുടെ ജീവൻ രക്ഷിക്കാൻ കഴിയും. അതായത് ഒരു 5-6 മാസം ഇല്ലെങ്കിൽ ഒരു കൊല്ലം കഴിഞ്ഞാൽ ഇവൻ പോയിട്ട് വേറെ കെട്ടുമ്പോഴേ അവർക്ക് ചിന്തിക്കാനുള്ള ഒരു അവസരമാണ് ഇതിലൂടെ ഉണ്ടാകുന്നത്. അല്ലെങ്കിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവൻ പറഞ്ഞതുപോലെ തന്നെ നിങ്ങളുടെ മകൾക്ക്, അതായത് യുവതിക്ക് മാനസിക പ്രശ്നങ്ങൾ ഉണ്ടാകാം, അല്ലെങ്കിൽ അവർക്ക് വേറെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാകാം. അങ്ങനെ എന്തെങ്കിലും ഒരു പ്രശ്നം പറഞ്ഞിട്ട് ഈ കേസും അങ്ങനെ അങ്ങ് തേഞ്ഞു മാഞ്ഞു പോകും. അത്രയേ ഉള്ളൂ എനിക്ക് പറയാനുള്ളത്. അതുകൊണ്ട് ഷാർജ പോലീസ് കൃത്യമായിട്ട് അന്വേഷിക്കും. നമുക്കറിയാം വേറെ ഒരു കാര്യം കൂടിയുണ്ട്. ഇതിനു മുന്നേയും ഷാർജയിൽ ഇതുപോലെയുള്ള കാര്യങ്ങളൊക്കെ ഇഷ്ടംപോലെ നടന്നിട്ടുമുണ്ട്. അവരെയൊക്കെ നാട്ടിൽ വന്നതിന് ശേഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോലീസ് കേസ് എടുത്തിട്ടുമുണ്ട്. അതാണ് നിങ്ങൾ ആലോചിക്കേണ്ടത്. ഇപ്പോൾ ഈ അടുത്ത കാലത്ത് മരണപ്പെട്ട ഒരു യുവതി, പിന്നെ അവിടെ നിന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എന്താണെന്നറിയില്ല, ഇങ്ങനെയുള്ള കേസുകൾക്കൊക്കെ എന്ന് പറഞ്ഞാൽ ഭർത്താക്കന്മാർക്ക് സാധാരണ വില്ല പണിയൊന്നും അവിടെ കിട്ടാറില്ല. ഏതായാലും ഈ ഒരു യുവതിയുടെയും മകളുടെയും കേസിൻ്റെ കൃത്യമായിട്ടുള്ള രേഖകൾ പുറത്തു വരട്ടെ. നന്ദി, നമസ്കാരം.